ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് പഴവും കോഴിമുട്ടയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാവും. ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പഴമായാലും മുട്ട ആയാലും ഒക്കെ അവരുടെ വയറ്റിലേക്ക് ഹെൽത്തി ആയിട്ട് ചെല്ലുകയും ചെയ്യും. നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് തന്നെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ട, 1/4 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. പാല് ഓപ്ഷണലാണ്, പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധാ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പഴമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു 2 മീഡിയം സൈസിലുള്ള പഴത്തിലേക്ക് ഒരു കോഴിമുട്ട കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ പഴത്തിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടിയെടുക്കുക. അതിനിപ്പോൾ അതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പഴം പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം 1-2 മിനിറ്റൊക്കെ ഇതൊന്ന് അടിച്ചെടുക്കണേ. അപ്പോഴാണ് ആ കോഴിമുട്ടയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പതഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടീസ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ നിറയെ എടുക്കുക. അപ്പോൾ പഴത്തിൻ്റെയും കോഴിമുട്ടയുടെ അളവിലേക്ക് 3 ടീസ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉണ്ടല്ലോ, ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൈദ തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ബാറ്റർ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം ടൈറ്റായിട്ടുള്ള പരുവത്തിൽ തന്നെയാണ്, ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റുള്ള. കണ്ടല്ലോ, ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റിയായൊരു നല്ല പഞ്ഞി പോലെയുള്ള പാൻ കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാൻ ആവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓയിലൊന്നും സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറൊക്കെ സ്പ്രെഡാക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു തവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം വലിയതായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കൂടുതൽ എണ്ണം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ മാവ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഓവർ നമ്മൾ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തിന്നാക്കിയിട്ട് പരത്തിയെടുക്കരുത്, അപ്പോൾ ക്രിസ്പി ആയിട്ട് മാറും. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല പഞ്ഞിയായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഉണ്ടല്ലോ, ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് വലിഞ്ഞ് വരാൻ തുടങ്ങും. കണ്ടല്ലോ, ഈ ഒരു രൂപത്തിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആക്കി എടുക്കുക 2 സൈഡും. ഞാനിപ്പോൾ ഇത് ഓരോന്നും എടുത്ത് മാറ്റുന്നുണ്ടല്ലോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഒരു പാൻ കേക്ക് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കായാലും പഴം മുട്ടയൊക്കെ കഴിക്കാത്തവരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. ഉണ്ടല്ലോ, ഇതിപ്പോൾ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ളതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തേനും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തേനില്ല എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതെ നിൽക്കണ്ട, കുറച്ച് പഞ്ചസാര കുട്ടികൾക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിലും നമ്മൾ അത് ഓൾറെഡി പഞ്ചസാര ആഡ് ചെയ്തല്ലോ, ആ ഒരു മധുരം തന്നെ ഉണ്ടാകും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വാനില എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി പഴം മുട്ടയൊക്കെ കയ്യിലുള്ള സമയത്ത് കുട്ടികൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അവർക്ക് ഇഷ്ടമാവും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.